പർച്ചേസ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്, ബോട്ട് പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ. അതിനാൽ നിങ്ങൾ ക്രിയേറ്റ് ആക്സസ് ഒരിക്കൽ കൊടുത്താൽ അവർക്ക് ഈ എല്ലാ മോഡ്യൂളുകളും ആക്സസ് ചെയ്ത് അതിലുള്ള ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് നോക്കിയാൽ എഡിറ്റ് റെക്കോർഡ് ആക്സസ്. ഇപ്പോൾ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന സ്റ്റാഫ് വരുന്നു, അവരുടെ റേറ്റ് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അവർ തന്നെ റെക്കോർഡ് മാറ്റിക്കൊള്ളും. ഇപ്പോൾ പുതിയ ചില സ്റ്റോക്കുകൾ വരുന്നു, അത് ചേർക്കണമെന്നാലും ഈ ആക്സസ് ഉണ്ടെങ്കിൽ അവരത് ചെയ്യാം. മൂന്നാമത്തത് നോക്കിയാൽ ഡിലീറ്റ് റെക്കോർഡ് ആക്സസ്. ഈ ആക്സസ് നാം എന്തിനാണ് കൊടുക്കുന്നത് എന്നാൽ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന സ്റ്റാഫ് നിലവിലുള്ള സ്റ്റോക്കുകൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയാൻ. ആ കസ്റ്റമറുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാം, എന്ത് ആക്സസ് ഉണ്ടെന്ന് നോക്കിയാൽ അനൗൺസ്മെന്റ് ആക്സസ് ആണ്. ഇപ്പോൾ ഈ അനൗൺസ്മെന്റ് ആക്സസ് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് ഓൺലൈൻ സ്റ്റോർ നൽകുന്നു ശരക്ക് ബയർ ആപ്പിലും ശരക്ക് buy.com വെബ്സൈറ്റിലും. ഈ ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് നിങ്ങൾ ഓഫർ പോലുള്ളത് നൽകാം. നാം ശരക്ക് ബയർ ആപ്പ് തുറന്നു നോക്കിയാൽ അനൗൺസ്മെന്റ് എന്നത് നമ്മുടെ മെയിൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ആ അനൗൺസ്മെന്റുകൾ എന്തിനാണെന്നാൽ നിങ്ങൾ ഒരു ഓഫർ നൽകുമ്പോൾ, ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റ് തുറക്കുന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്കിൽ ഉദാഹരണത്തിന് നൈറ്റ് ടു ഗെറ്റ് 1 ഫ്രീ എന്ന പോലെ ഓഫർ ഇടുന്നു, അല്ലെങ്കിൽ ദീപാവലിക്ക് നിങ്ങൾ ഒരു ഓഫർ ഇടുന്നു, 2 സെറ്റ് വാങ്ങിയാൽ ഒരു പ്രത്യേക ഓഫർ നൽകുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ അനൗൺസ്മെന്റ് ഓഫറുകൾ ഡീലിലെ ഈ അനൗൺസ്മെന്റ് ഫീച്ചർ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്ന അസിസ്റ്റന്റിനോട് സൃഷ്ടിക്കാൻ പറയാം. അവർ തന്നെ ഇമേജുകൾ സൃഷ്ടിക്കും, വീഡിയോ റെഡി ചെയ്യും, ഇതിൽ പോസ്റ്റ് ചെയ്യാം. അതിന് താഴെ കാണുന്നത് ഓൺലൈൻ സ്റ്റോർ ആക്സസ്. ഈ ഓൺലൈൻ സ്റ്റോർ ആക്സസ് എന്തിനാണെന്നാൽ നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓൺലൈൻ സ്റ്റോക്കുകളെല്ലാം, അതിൽ വരാനിരിക്കുന്ന ഓർഡറുകൾ, ഓൺലൈനിലെ ഏത് പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ആകണം, ഏത് ഡിസ്പ്ലേ ആകരുത് എന്നത് നിയന്ത്രിക്കാൻ ഈ ഫീച്ചർ നാം നൽകിയിരിക്കുന്നു. ഇത് എനേബിൾ ചെയ്താൽ ആ വ്യക്തിക്ക് വെറും ഓൺലൈൻ ഓർഡർ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം എനേബിൾ ചെയ്ത് അവർക്ക് കൊടുത്താൽ മതി. അവർക്ക് എന്തെന്ത് സ്റ്റോക്ക് ഉണ്ട്, എന്തൊക്കെ ഇല്ലെന്ന് നോക്കി അവരെ തന്നെ ഹൈഡ് ചെയ്യാനും വിസിബിൾ ആക്കാനും കഴിയും. ആ ഓൺലൈൻ ഷോപ്പിൽ വളരെ കൂടുതൽ ചിത്രങ്ങളുണ്ട്. ഓൺലൈൻ സ്റ്റോറിൽ തന്നെ ഒരു മാനേജ്മെന്റ് സംവിധാനമുണ്ട്. അതിൽ ഗ്രേസ് ടൈം ഫീച്ചറും ടൈം സ്ലോട്ടും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ ഈ ഫീച്ചർ എനേബിൾ ചെയ്താൽ അവർക്ക് ആ സ്ക്രീൻ ഓപ്പൺ ആവും, ഇല്ലെങ്കിൽ അവർക്ക് ഓപ്പൺ ആകില്ല. അതിനുശേഷം വരുന്ന ഫീച്ചർ നോക്കിയാൽ ഓൺലൈൻ ഓർഡർ ആക്സസ്. ഈ ഓൺലൈൻ ഓർഡർ ആക്സസ് വഴി നിങ്ങൾക്ക് ബയർ ആപ്പിലോ അല്ലെങ്കിൽ ബയർ വെബ്സൈറ്റിലോ നിന്ന് ഒരു വ്യക്തി ഓർഡർ സ്വീകരിച്ചാൽ അതിനെ നിങ്ങൾ നേരിട്ട് ഹാൻഡിൽ ചെയ്യാതെ മറ്റൊരാളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ ഓൺ ചെയ്താൽ അവർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അവർ ആ ഓർഡർ കൺഫേം ചെയ്ത് തയ്യാറാക്കി ഡെലിവർ ചെയ്യുന്നത് വരെ ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ അവർ തന്നെ അത് മാനേജ് ചെയ്യാം. അതിനുശേഷം GST ഫീച്ചർ ആക്സസ്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തുന്നു, ആ ബിസിനസ്സിലെ ചില ലോക്കൽ കസ്റ്റമർമാർക്ക് GST ഇല്ലാതെ ഇൻവോയ്സ് നൽകാം.
ചില പ്രധാനപ്പെട്ട കസ്റ്റമർമാർക്ക് GST ബില്ല് നൽകി കൊടുക്കാം. അപ്പോൾ ഈ GST ബില്ല് നിങ്ങൾ മാത്രം ആക്സസ് ചെയ്യണം. അതിനാൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റിന് ഈ ആക്സസ് നൽകാൻ ആവശ്യമില്ലെങ്കിൽ ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യാം. അല്ലെങ്കിൽ അവരൊരു അക്കൗണ്ട് നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്ന വെയിറ്റർ നിങ്ങളോട് 100% ജെന്യുവൻ ആണോ അല്ലയോ എന്നത് അറിയാൻ കഴിയില്ല. പക്ഷേ ഈ ഫീച്ചറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ എങ്ങനെയായാലും ഏതൊരു ഓർഡർ ആയാലും കിച്ചണിലേക്ക് ശരിയായി പ്രിന്റ് ചെയ്യും. അതിനാൽ നിങ്ങളും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ചെക്ക് ചെയ്യാം എത്ര ഓർഡറുകൾ കിച്ചണിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അസിസ്റ്റന്റിന് നൽകാം. ആ വ്യക്തിയെ നിങ്ങൾ ഏത് ഉദ്ദേശത്തിനാണ് എടുക്കുന്നതെന്ന് ഒരു തവണ കൺഫേം ആക്കി അതിനുള്ള ഫീച്ചറുകൾ മാത്രം നൽകുന്നത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം എക്സ്പാൻഡ് ചെയ്താലേ മാത്രമേ ഓപ്പൺ ആവൂ. അതിനാൽ പ്രീമിയം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ അസിസ്റ്റന്റിലാണ്. ആ അസിസ്റ്റന്റ് സെലക്ട് ചെയ്താലേ നിങ്ങൾ ഇതിനകം ആഡ് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഡിവൈസ് ലിസ്റ്റ് ഇവിടെ വരും. അല്ലെങ്കിൽ പുതിയതായി ആഡ് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മറ്റൊരു മൊബൈൽ നോക്കിയാൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ഉടനെ നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ ഭാഷ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എല്ലാ പെർമിഷനുകളും നൽകാം. അങ്ങനെ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഈ വെരിഫൈ ഫോൺ നമ്പർ സ്ക്രീന് കാണിക്കും. നമ്മുടെ ബിസിനസ് അസിസ്റ്റന്റ് നൽകിയതുപോലെ ഒരു QR കോഡ് ജനറേറ്റ് ആവുന്നു. ശരി, ഇനി പുതിയ അസിസ്റ്റന്റ് സജ്ജീകരിക്കാൻ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത ഉടനെ ആ അസിസ്റ്റന്റ് മൊബൈലിലെ ഈ സ്കാനർ ഡിസ്പ്ലേ ആവും. സ്കാൻ ചെയ്ത ഉടനെ അതിൻ്റെ ഡിവൈസ് ഇൻഫോ എന്നെ കാണിക്കും. ഞാനത് ആഡ് ചെയ്യുന്നത് നിങ്ങൾ കാണും. അങ്ങനെ ഒരു വർഷം ഡിവൈസ് എന്ന് പോലും ഇത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലുള്ള ഒരു വർഷം ഡിവൈസ് നിങ്ങളുടെ അസിസ്റ്റന്റ് മൊബൈലിൽ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് വിവോ, ഒപ്പോ അല്ലെങ്കിൽ സാംസങ്, OnePlus ഈ തരത്തിലുള്ള ഏത് മോഡൽ ഉപയോഗിച്ചാലും ആ ബ്രാൻഡ് മോഡലും ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. മുകളിൽ ഒരു പേര് നൽകാനും കഴിയും. ഇതിൽ ആ ഡിവൈസിൻ്റെ പേര് നൽകാനാണെങ്കിൽ അതും നൽകാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിരമായ എംപ്ലോയി ഉണ്ടെങ്കിൽ ആ എംപ്ലോയി ഈ മൊബൈൽ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ എംപ്ലോയിയുടെ പേരും ഇതിൽ നൽകാം. ഇതിൽ അവരുടേത് പേര് വെച്ച് ഞാനിപ്പോൾ രാജ എന്നത് കൊടുക്കുന്നു. ഇനി താഴെ നോക്കിയാൽ ഇവിടെ പലതരത്തിലുള്ള ആക്സസ് ഉണ്ട്. ഞാനിപ്പോൾ ഓണർ ആക്സസ് കൊടുത്താൽ എല്ലാം പ്രവർത്തിക്കും. അതായത് ഈ ഓണർ കൊടുക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് അവൻ ഓർഡർ മാത്രം സേവ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ആ പ്രിന്റർ ആക്സസ് മാത്രം കൊടുക്കാം.
ഇപ്പോൾ കൊടുത്ത് നിങ്ങൾക്ക് പ്ലാൻ ഇവിടെ കാണിക്കും. മിക്കവാറും നിങ്ങൾ പ്രോ ബില്ലിങ് പ്ലാൻ വാങ്ങി നിങ്ങൾ ആ സമയത്ത്, അതായത് ഇപ്പം നമ്മൾ 2 അസിസ്റ്റന്റ് ശരി കൊടുത്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ വാങ്ങിയാൽ അസിസ്റ്റന്റിനുള്ള ബാലൻസ് കൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതിൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഞാൻ മാക്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിൻഡോസ് വെർച്വൽ മെഷീൻ ഇതിൽ റൺ ചെയ്യുകയാണ്. ഇത് ഡെവലപ്മെൻറ്റ് പർപ്പസിനാണ്. അതിനാൽ എനിക്ക് ഡിവൈസ് പാരലൽസ് എന്നാണെന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്നു. നിങ്ങളിത് സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായി കാണാം. നിങ്ങളുടെ വിൻഡോസ് മെഷീൻ ഏത് ബ്രാൻഡും പിന്നെ മോഡലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡിസ്പ്ലേ ആകും. ഇപ്പോൾ ഇവർക്ക് ഞാൻ ആക്സസ് നൽകുന്നു, അതായത് പൂർണ്ണ ഓണർ ആക്സസ് നൽകുന്നു. അങ്ങനെ ഞങ്ങൾ ഓണർ എനേബിൾ ചെയ്താൽ താഴെ എനേബിൾ നൽകുന്നു. അതിനുശേഷം ഞാനിത് സബ്മിറ്റ് ചെയ്യുന്നുവെങ്കിൽ
എനിക്കിതിലെ വിൻഡോസ് സപ്പോർട്ട് ഇമേജ് ലഭ്യമല്ലെന്ന് കാണിക്കുന്നു. അതിനാൽ ഇത് ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്നാണ് കാണിക്കുന്നത്. അതായത് ശരി, ഞാൻ മറ്റൊരു പ്ലാനിൽ വിൻഡോസ് സപ്പോർട്ടഡ് ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ എനിക്ക് അതിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വിൻഡോസിൽ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത ഉടനെ നിങ്ങൾ മൊബൈലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലെല്ലാം കാണിക്കും. അവയെല്ലാം നിങ്ങൾ നോക്കിയാൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിരിക്കും. ശരി, അങ്ങനെയാണ്. ഇങ്ങനെ ഡൗൺലോഡ് ആകുമ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈലിൽ കണ്ടതുപോലെ തന്നെ എല്ലാ ഡേറ്റയും ഡെസ്ക് ടോപ്പിലും ഡൗൺലോഡ് ആവും. നിങ്ങൾ നൽകുന്ന ആക്സസ് അടിസ്ഥാനമാക്കി ഇതിൽ വന്ന് പ്രവർത്തിക്കും. ശരി, ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ അസിസ്റ്റന്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ഇപ്പോൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത്? അതായത് നമ്മളോടൊപ്പം ജോലി ചെയ്ത സ്റ്റാഫ് ഇപ്പോൾ റിലീവ് ആയിരിക്കുന്നു. അവരുടെ മൊബൈലിൽ നാം ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് വന്ന് ഡിലീറ്റ് എന്ന് കൊടുത്താൽ അതിൽ നിന്ന് ഇനി പ്രവർത്തിക്കില്ല. ഇപ്പോൾ എൻ്റെ മൊബൈൽ മറ്റൊരു അസിസ്റ്റന്റ് മൊബൈലാണ്. ഞാൻ ഇതിനകം തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ അസിസ്റ്റന്റ് ആപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ബിസിനസ് ആപ്പ് അസിസ്റ്റന്റ് മോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഈ ഡിലീറ്റ് എന്നത് ഞാൻ നൽകുന്നു. അങ്ങനെ ചെയ്താൽ അവർക്ക് അത് OnePlusൽ മാപ്പ് ചെയ്തിരിക്കുന്നു. ശരിയാണോ? അതിനാൽ ഇത് വന്നിട്ട് ഈ അക്കൗണ്ട് റിമൂവ് ആയി. അതിനാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ലോഗൗട്ട് ചെയ്യേണ്ടി വരും. ലോഗൗട്ട് നൽകിയ ഉടനെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകും. അതിനാലേ നിങ്ങൾക്ക് മറ്റൊരാളുടെ വ്യക്തിഗത മൊബൈലിൽ നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ലോഗിൻ ചെയ്യുമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ മൊബൈലിലായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും അതിനെ ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗൗട്ടുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റന്റ് മോഡൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ആശയം ലഭിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ എന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ 801 580 19 100 49 എന്നതിൽ ബന്ധപ്പെടൂ. വീണ്ടും ഒരു ഉപകാരപ്രദമായ വീഡിയോയിൽ കാണാം. നന്ദി.